കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് വേദിയിലാണ് നമ്മളുള്ളത്. വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ രണ്ട് ശൈലിയിലാണ് കുട്ടികൾ പാടുന്നത്. ഒന്ന് കുട്ടനാടൻ ശൈലിയും ഒന്ന് ആറന്മുള ശൈലിയും. രണ്ട് ശൈലിക്കും പ്രത്യേകിച്ച് മാർക്ക് വ്യത്യാസമൊന്നുമില്ല. ഏത് കുട്ടികളാണോ നന്നായി പാടുന്നത് അവർക്ക് എ ഗ്രേഡ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വിലയിരുത്തൽ. എന്തായാലും നമുക്ക് ആ രണ്ട് ടീമിൻ്റെയും പാട്ട് ഒന്ന് കേട്ടു നോക്കാം. ആദ്യം നമുക്ക് ആറന്മുള ശൈലിയിലുള്ള പാട്ട് ഇവിടെ അവതരിപ്പിച്ചത് തിരുവല്ല ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ പെൺകുട്ടികളാണ് ഈ വേദിയിൽ ആറന്മുള ശൈലിയിൽ പാടിയത്. അവരുടെ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ആറന്മുള ശൈലിയിലുള്ള മനോഹരമായ വഞ്ചിപ്പാട്ടാണ് കണ്ടത്. ഇനി കുട്ടനാടൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് കൂടി നമുക്കൊന്ന് ആസ്വദിക്കാം. നമ്മുടെ വഞ്ചിപ്പാട്ട് തലമുറകൾ കൈമാറി പൊന്നു തമ്പുരാന്റെ പൊന്നു കെട്ടിയ ചുണ്ടൻ വള്ളം പോലെ തന്നെ നമ്മൾ കാത്തുരക്ഷിക്കും എന്നാണ് ഈ പാട്ടിലൂടെ മനസ്സിലാകുന്നത്. വഞ്ചിപ്പാട്ട് നശിക്കില്ല, അത് പുതിയ തലമുറ ഏറ്റുവാങ്ങും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ഈ മത്സരത്തിൽ നിന്നും മനസ്സിലാവുന്നത്. മറ്റൊന്നാതിൽ പരം മന്നർ മറ്റൊന്നാതിൽ പരം മന്നർ കാജ്ഞ കൊണ്ടാമോ മറ്റൊന്നാതിൽ പരം മന്നർ കാജ്ഞ കൊണ്ടാമോ. നമ്മുടെ പുതിയ തലമുറ വഞ്ചിപ്പാട്ട് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അത് കുട്ടനാടൻ ശൈലിയായാലും ആറന്മുള ശൈലിയായാലും വഞ്ചിപ്പാട്ട് പുതിയ കാലത്ത് നിലനിൽക്കും, യാതൊരു നാശവും സംഭവിക്കില്ല എന്നാണ് ഈ മത്സരം വെളിപ്പെടുത്തുന്നത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോ. ക്യാമറാമാൻ രജിത് മണിമംഗലിനൊപ്പം MK വിനോദ്, ജനം.